ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ അല്ല, 3 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം നോക്കാം അല്ലെ. ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ഇസ് 1.25 മീറ്റേഴ്സ് എന്നാണ് നമ്മുടെ ചോദ്യം. 1.25 മീറ്റർ. ഇതിനെ എത്ര സെന്റിമീറ്റർ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതിയിടാ, നമ്മൾ ഇതിനെ ആദ്യം ഫ്രാക്ഷണൽ ഫോമിലേക്ക് അഥവാ ഭിന്ന രൂപമായിട്ട് നമ്മൾ ഇതിനെ മാറ്റാം. 1x25/100 മീറ്റർ എന്ന് നമുക്കിതിനെ മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും അല്ലെ. അതായത് ഇവിടെ 1 മീറ്ററും ഇതിന് 25 സെന്റിമീറ്ററും ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് അഥവാ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന് ടോട്ടൽ എത്ര വരൂടാ? 100 സെന്റിമീറ്ററും 25 സെന്റിമീറ്ററും കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ആൻസർ 125 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ചോദ്യമാണ്. 1.75 മീറ്ററിനെ ഫ്രാക്ഷണൽ ഫോമിൽ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ചെയ്ത അതേ രീതിയിൽ 1x75/100 മീറ്റർ എന്ന് എഴുതാം. ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാത്രമാക്കി പറയുകയാണെങ്കിൽ അഥവാ മീറ്ററിലും സെന്റിമീറ്ററിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 1 മീറ്റർ എന്നും 75 സെന്റിമീറ്റർ എന്നും ഇതിനെ മാറ്റി പറയാം. ഇനി സെന്റിമീറ്ററിൽ മാത്രമാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ? 100 സെന്റിമീറ്റർ പ്ലസ് 75 സെന്റിമീറ്റർ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 175 സെന്റിമീറ്റർ എന്ന് നമുക്ക് മാറ്റി എഴുതാം അല്ലെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 0.38 മീറ്ററിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 38/100 മീറ്റർ എന്ന് നമുക്കിതിനെ മാറ്റി എഴുതാം. അങ്ങനെയെങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ ആണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ എത്രയാണ് ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.